ഒറ്റ മാപ്പ് പറഞ്ഞുകൊണ്ട് വീണ്ടും തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയ് താൻ രാഷ്ട്രീയത്തിലെ പതിവ് ശൈലികളല്ല എന്ന് തെളിയിക്കുകയാണ്. உங்க தலைவரோட பேரை மென்ஷன் பண்ணி பேசுனது தவறுதான். அவர் சார்பா நான் சாரி கேட்டேன். തമിഴ്നാട് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം വിജയ് മന്ത്രിസഭയിലെ വനം മന്ത്രിയായിട്ടുള്ള രഞ്ജിത് കുമാർ കലൈഞ്ചർ കരുണാനിധിയെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് വിമർശിച്ചിരുന്നു. സാധാരണഗതിയിൽ തമിഴ്നാടിനെ സംബന്ധിക്കുന്നിടത്തോളം അങ്ങനെ കരുണാനിധി എന്ന പേര് വിളിക്കാറില്ല. ബഹുമാന സൂചകമായി കലൈഞ്ചർ എന്ന പേരാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ വികാരത്തിനിടയിൽ വനം മന്ത്രിയായിട്ടുള്ള രഞ്ജിത് കുമാർ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കരുണാനിധിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് ബഹുമാന്യതയില്ലാതെ സംസാരിച്ചു. அதாவது ஓட்டுக்கு பணம் கொடுக்கிற அந்த திட்டத்தை அவர் அடுக்கடுக்கா சொல்லிட்டு வந்தாரு. அவர் கருணாநிதி, நம்முடைய முன்னாள் முதல்வர் கருணாநிதி பத்தி அடுக்குமொழியில சொல்லிட்டு வந்தாங்க. இங்க பாருங்க, உறுப்பினர் 2026ல ஒரு ரூபாய் கூட ஓட்டுக்கு பணம் கொடுக்காம முதலமைச்சர் வந்திருக்காரு. வனத்துறை அமைச்சர் பணம் கொடுக்காம என்னுடைய காஞ்சிபுரம் சட்டமன்ற தொகுதியில 1500 ரூபாய் ஓட்டுக்கு மொத்த ரூபாய் கொடுக்கல. വനത്തുறை அமைச்சர் ഉட்காருங்க. മന്ത്രിയുടെ ഈ പരാമർശമാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. പ്രതിപക്ഷത്ത് നിന്ന് ഈ പരാമർശത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നു. വലിയ തോതിൽ അവർ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി. മന്ത്രി ആ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെയാണ് സഭയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് തന്നെ നേരിട്ടെണീറ്റ് മറ്റൊരു കാര്യവും പറയാതെ ആ വിഷയത്തിൽ നിരുപാധികം മാപ്പ് പറഞ്ഞു. അങ്ങനെ എന്റെ മന്ത്രിസഭയിലെ ഒരാൾ ചെയ്യാൻ പാടില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് உங்க தலைவரோட பேரை மென்ஷன் பண்ணி பேசுனது தவறுதான். அவர் சார்பா நான் சாரி கேட்டேன். ഒരു തനി രാഷ്ട്രീയക്കാരനായിട്ടല്ല വിജയ് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതും ഇപ്പോൾ മുഖ്യമന്ത്രിയായതും. സിനിമാ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ വലിയ തോതിലുള്ള പിന്തുണ അതിനെ രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റിയപ്പോൾ അവിടെ വിദഗ്ധമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തമിഴ്നാടിന്റെ പതിവ് രാഷ്ട്രീയങ്ങൾക്ക് വിപരീതമായി വിജയ് എന്ന വ്യക്തി പുതിയ രാഷ്ട്രീയത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ദ്രാവിഡ രാഷ്ട്രീയം ഭരിച്ചിരുന്ന തമിഴ്നാടിനെ സംബന്ധിക്കുന്നിടത്തോളം അതിന്റെ മുഖ്യമന്ത്രിമാരെ മാത്രം കണ്ടയിടത്തേക്കാണ് ജോസഫ് വിജയ് എന്ന മുഖ്യമന്ത്രി തമിഴ്നാടിന്റെ ജനത നെഞ്ചേറ്റിയത്. ആ നെഞ്ചേറ്റിയ വ്യക്തി ചെയ്യുന്ന പല കാര്യങ്ങളിലും ഒരു വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. അതിപ്പോ സഭയിലും പുലർത്തി. മന്ത്രിസഭയിലെ ഒരു അംഗം അറിവില്ലാതെ ചെയ്ത കാര്യത്തിന് അദ്ദേഹം വളരെ താഴ്മയായി വിനയത്തോടുകൂടി ആ മാപ്പ് പറഞ്ഞത് ആർക്കും കൺവിൻസിംഗ് ആവും, അല്ലെങ്കിൽ സ്വീകാര്യതയുള്ളതാകും. അത് രാഷ്ട്രീയത്തിൽ ഒരു മാതൃകയാണ്. എതിർപക്ഷത്തുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ളവരെ മനഃപൂർവ്വമായി ഏതെങ്കിലും കാര്യത്തിൽ അവഹേളിക്കുമ്പോൾ അക്കാര്യം പിൻവലിക്കാൻ തയ്യാറാകാത്ത പതിവ് രാഷ്ട്രീയ ശൈലികൾക്കപ്പുറം ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചെയ്ത കാര്യത്തിലെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അത് പറഞ്ഞത് താനല്ലെങ്കിലും തന്റെ മന്ത്രിസഭയിലെ ഒരു വ്യക്തി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മന്ത്രി ആയതുകൊണ്ട് അതിന് അപ്പോളജൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിന് ക്ഷമ നടത്തേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് വിജയ് ആ മാപ്പ് പറച്ചിൽ നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാഫ് വീണ്ടും കുത്തനെ ഉയരുകയാണ് ചെയ്തിരിക്കുന്നത്. உங்க தலைவரோட பேரை மென்ஷன் பண்ணி பேசுனது தவறுதான். அவர் சார்பா நான் சாரி கேட்டேன்.